നമസ്കാരം. കുവൈറ്റിലെ അഗ്നി ദുരന്തത്തിൽ 24 മലയാളികൾ ഉൾപ്പെടെ 50 പേരുടെ ജീവനെടുത്തത് മലയാളിയായ പ്രവാസി വ്യവസായി KG എബ്രഹാമിന്റെ പണത്തോടുള്ള അത്യാർത്തിയാണ്. KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTCയുടെ ജീവനക്കാർ താമസിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ ഉണ്ടായ അഗ്നിബാധയിലാണ് 24 മലയാളികൾ ഉൾപ്പെടെ 50 പേർ കൊല്ലപ്പെടുന്നത്. അഗ്നിസുരക്ഷാ ഉറപ്പുകൾ ഏതുമില്ലാത്ത കെട്ടിടത്തിലായിരുന്നു ഈ ദുരന്തം ഉണ്ടാവുന്നത്. ഇക്കാര്യത്തിൽ തൊഴിലുടമയായ KG എബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ കൃത്യവിലോപവും നിയമ ലംഘനവുമാണ്. കുവൈറ്റിൽ NBTC കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന 7 നില ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിന് ഇടയാക്കിയത് ഷോർട്ട് സർക്യൂട്ടാണോ അതോ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ചോർന്നതാണോ എന്ന അന്തിമാന്വേഷണ വിവരം എന്തുകൊണ്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ജീവനക്കാർ തിങ്ങി താമസിച്ചിരുന്ന കെട്ടിടത്തിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കുവൈറ്റ് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. NBTCയുടെ ജീവനക്കാരെ കുവൈറ്റിൽ ഇത്തരത്തിൽ 7 കെട്ടിടങ്ങളിൽ തിങ്ങി നിറച്ച് താമസിച്ചു വരികയായിരുന്നുവെന്നും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയ KG എബ്രഹാം അപ്രതീക്ഷിത ദുരന്തമെന്ന് വിശദീകരിക്കുകയും വ്യസനപ്പെടുകയും ഉണ്ടായി. എന്നാൽ നടന്നത് അപ്രതീക്ഷിത ദുരന്തമെന്ന് ഒരിക്കലും പറയാനാവില്ല. ഇത്രയധികം ജീവനക്കാരെ ഒരു കെട്ടിടത്തിൽ താമസിപ്പിക്കുക വഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്ന അത്യാർത്തിയിലാണ് ദുരന്തത്തിന് കാരണമായിരിക്കുന്നത്. ദുരന്തം KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC കമ്പനി വിളിച്ചു വരുത്തുകയായിരുന്നു. തൊഴിലാളികളെ കൂട്ടത്തോടെ താമസിപ്പിച്ചിരുന്ന കെട്ടിടത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. 200ഓളം പേരാണ് അഗ്നിബാധയുണ്ടായ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നും ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്ന് തീ പടർന്നതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇത്രയും ഗ്യാസ് സിലിണ്ടറുകൾ മതിയായ സുരക്ഷാ ക്രമീകരണമില്ലാതെ കെട്ടിടത്തിനടിയിൽ സൂക്ഷിച്ചിരുന്നത് ഗുരുതരമായ നിയമ ലംഘനം തന്നെയാണ്. 50 പേരിൽ കൂടുതൽ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടത് പോലും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു തൊഴിലുടമ പാലിക്കേണ്ട നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് KG എബ്രഹാമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ബന്ധപ്പെട്ട നോർക്ക റൂട്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാ ചുമതലകളിൽ നിന്നും KG എബ്രഹാമിനെ മാറ്റി നിർത്തേണ്ടതുമാണ്. എംബസികളിലും കുവൈറ്റ് സർക്കാരിലും കേരള സർക്കാരിലും ഒരു വിദേശ വ്യവസായി എന്ന നിലയിലുള്ള പ്രത്യേക പരിഗണന KG എബ്രഹാം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടും ന്യായീകരിക്കാനാവുന്നതല്ലിത്. ദുരന്തങ്ങളിൽ സഹായം എത്തിക്കുമ്പോൾ എല്ലാ വ്യവസായികളുടെയും സഹായം ഉണ്ടായ പോലെ തന്നെ KG എബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ നിയമ ലംഘനത്തിന്റെ കാര്യത്തിൽ കുവൈറ്റ് സർക്കാരിന്റെ ശക്തമായി ഉണ്ടാവാനിടയുള്ള നടപടികളിൽ നിന്നും രക്ഷിക്കാനും കേരളത്തിൽ നിന്നുള്ള വ്യവസായികൾ ഒപ്പം കൂടി എന്നതാണ് ഈ ദുരന്തം കണ്ട ഖേദകരമായ വസ്തുത. അഗ്നി സുരക്ഷാ ഉറപ്പുകൾ ഏതുമില്ലാത്ത കെട്ടിടത്തിൽ ജീവനക്കാരെ താമസിപ്പിച്ചിരുന്നു എന്നത് KG എബ്രഹാമിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച തന്നെയാണ്. തീപിടുത്തം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയോഗിക്കാനുള്ള ആധുനിക അഗ്നിശമന സംവിധാനങ്ങൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് അതിവേഗം താഴെ ഇറങ്ങി രക്ഷപ്പെടാനുള്ള പടിക്കെട്ടുകൾ ഉൾപ്പെടെ അടിയന്തര രക്ഷാ മാർഗങ്ങൾ, പ്രത്യേക ലിഫ്റ്റുകൾ, ശ്വസനോപകരണങ്ങൾ തുടങ്ങി ബഹുനില മന്ദിരങ്ങളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട രക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത കെട്ടിടത്തിൽ ജീവനക്കാരെ താമസിപ്പിച്ചിരുന്നു എന്നത് ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യമാണ്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന സംവിധാനങ്ങളില്ലാതെ ഉന്നതരുടെ ശുപാർശ കൊണ്ടും തനിക്കുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിയുമാണ് KG എബ്രഹാം തന്റെ ബിസിനസിന് വേണ്ടി മാത്രമായി നിയമലംഘനങ്ങൾ നടത്തി എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ദുരന്തത്തെ തുടർന്ന് കെട്ടിടത്തിന്റെയും കമ്പനിയുടെയും ഉടമകളിൽ ചിലരെയും കെട്ടിടത്തിലെ ഈജിപ്ഷ്യൻ സ്വദേശിയായ സുരക്ഷാ ജീവനക്കാരനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ചിലരെയും മാത്രമാണ് ഈ മഹാദുരന്തവുമായി ബന്ധപ്പെട്ട പേരിന് കുവൈറ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് കുവൈറ്റ് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും മലയാളി വ്യവസായികളുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ആ നടപടികളിലും ഇപ്പോൾ വെള്ളം ചേർത്തിരിക്കുകയാണ്. മരണപ്പെട്ട 50 മനുഷ്യ ജീവനുകളുടേതിനേക്കാൾ കാരുണ്യമാണ് തനിക്കും കമ്പനിക്കുമുള്ള സാമ്പത്തിക നേട്ടത്തിനായി
ഗുരുതരമായ നിയമലംഘനം നടത്തിയ വ്യവസായിയോട് കാട്ടുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അപ്രതീക്ഷിത ദുരന്തം എന്ന് പറഞ്ഞ KG എബ്രഹാം കരഞ്ഞു കാണിച്ചതുകൊണ്ട് തിരികെ എത്തുന്നതല്ല 50 മനുഷ്യജീവനുകൾ എന്നത് ഓർക്കണം. ആശ്രിതരായവർക്ക് ജോലി നൽകിയതുകൊണ്ടും കുറച്ചു പണം നഷ്ടപ്പെട്ട ജീവന്റെ വിലയായി എറിഞ്ഞു കൊടുത്തതുകൊണ്ടും കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും 50 കുടുംബങ്ങൾക്കുണ്ടായ നഷ്ടം KG എബ്രഹാം എന്ന വ്യവസായിക്ക് നികത്താനാവില്ല. പണത്തോടുള്ള ആർത്തി ആരെയും മത്ത് പിടിപ്പിക്കുന്ന ഒന്നാണ് എന്ന് വെച്ച് അത്യാർത്തി പാടില്ല. അധികാര സ്ഥാനങ്ങളിലുള്ള സ്വാധീനമാണ് അത്യാർത്തിയും ദുരന്തത്തിനും കാരണമായിരിക്കുന്നത്. 50 മനുഷ്യജീവൻ പരലോകത്തേക്ക് പറഞ്ഞയച്ചത് KG എബ്രഹാം എന്ന വ്യവസായിയുടെ അത്യാർത്തി തന്നെയാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.